friends, it's me Shiv. Welcome to Shiv's World. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി ഞാൻ എന്തൊക്കെ വാങ്ങിച്ചെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം അത് തന്നെ നമ്മുടെ മെയിൻ ആയിട്ട് ബൈൻഡ് ഉണ്ട്. ഇത് ടെക്സ്റ്റ് ബുക്ക് പൊതിയാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ഞാൻ എല്ലാത്തിൻ്റെയും പ്രൈസസും കാര്യങ്ങളും പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിന് 140 റുപ്പീസാണ് വരുന്നത്. ഇത് കുറച്ച് വലുതാണ്. അപ്പോൾ ഇത് പറഞ്ഞുണ്ട്. ഇതേപോലെ തന്നെ ഇതിൻ്റെ ചെറുത് വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് നോട്ട്ബുക്സ് പൊതിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒന്നോ രണ്ടോ ബൈൻഡ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് ഒരെണ്ണം മാത്രമേ വാങ്ങിച്ചുള്ളൂ. ഇനി ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വാങ്ങാൻ പറ്റും. അപ്പം ഇതിന് 45 റുപ്പീസാണ് ഒരെണ്ണം വാങ്ങിച്ചുള്ളൂ. ഇത് നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും പൊതിയാൻ വേണ്ടിയിട്ട് ഒരെണ്ണമാണ് വാങ്ങിച്ചത്. ഇനി നമുക്ക് നമ്മുടെ നോട്ട്ബുക്സിലോട്ട് കിടക്കാം. അപ്പോൾ ഇത് ഞാൻ ക്യാമലിൻ്റെ നോട്ട്ബുക്കാണ് ഇപ്രാവശ്യം വാങ്ങിച്ചത്. അപ്പം എനിക്ക് ഈ ഫ്രണ്ട് പേജ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ ബുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മൾ റഫ് ബുക്കില്ല, അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്, അൺറൂൾഡ് ആയിട്ടുള്ളത്. ഇതിന് 120 പേജസാണുള്ളത്. ഒരെണ്ണത്തിന് 45 രൂപയാണ്, 45. അപ്പോൾ ഇത് ഒരെണ്ണം ഞാൻ വാങ്ങിച്ചോളൂ. റഫ് ബുക്ക് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചോളൂ, പിന്നെ വാങ്ങാം. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ ഇത് നമ്മളെ സാധാ മറ്റേ സിംഗിൾ ലൈൻ ബുക്കാണ്, റൂൾഡ് ബുക്ക്. ഇത് ഞാൻ ഇത് 6 എണ്ണം ഉണ്ട്. എനിക്ക് 11 നോട്ട്ബുക്സ് വേണം. അങ്ങനെ ഇത് 2 സെറ്റാണ് ഞാൻ വാങ്ങിച്ചത്. അതിനും കൂടെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇത് മാത്സ് ബുക്കാണ്. 6 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം 1 2 3 4 6 എണ്ണം ഉണ്ട്. ഇതും ക്യാമലിൻ്റെ തന്നെയാണ്. എനിക്ക് ക്യാമലിൻ്റെ ബുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ട്സ്. ഇപ്പം ഇത് വരുമ്പോഴത്തേക്കും ഇത് എല്ലാ സെറ്റിനും ഇത് ഒരു ബുക്ക് ഇങ്ങനെ സെറ്റ് വരുമ്പോൾ 6 എണ്ണമാണ് ഒരെണ്ണത്തിൽ വരുന്നത്. അതിനെല്ലാത്തിനും 330 റുപ്പീസാണ് ഓരോന്നിനും. അപ്പം ഇതിൻ്റെ തന്നെ 2 എണ്ണമാണ് വാങ്ങിച്ചത്. എനിക്ക് 11 ബുക്ക് വേണം, അതുകൊണ്ടാണ്. അപ്പം ഇതും കൂടെ ഉണ്ട്. ഇത് നമ്മുടെ സിംഗിൾ ലൈൻ തന്നെയാണ്. അപ്പം ഇതും പിന്നെ ഇതും വാങ്ങിച്ചു. നല്ല വെയിറ്റ് ആണ് ഇതിന്. അപ്പം ഇത് ഇത്രയുണ്ട്. സിംഗിൾ ലൈൻ ബുക്സ് ആയിട്ട് ഇത് ഇത്രയാണുള്ളത്. പിന്നെ നമുക്ക് മാത്സ് ബുക്കിന് 6 എണ്ണം വാങ്ങിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് മാത്സ് ബുക്ക് പെട്ടെന്ന് എഴുതി തീർന്നു. ഒരു ഇയറിൽ തന്നെ എന്ന് വെച്ചാൽ ഒരു മാസം എനിക്ക് ഫുൾ ഇയർ തീരുമ്പോഴത്തേക്ക് 6 ബുക്കൊക്കെ ഞാൻ ശരിക്കും എടുക്കും ഫ്രണ്ട്സ്. ഇത് പക്ഷേ കുറച്ച് വലുതായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആവശ്യം വരുമെന്ന് നോക്കാം. അപ്പം ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്നും പൊട്ടിച്ചിട്ടില്ല, അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഒന്ന് പൊട്ടിക്കാൻ ഓപ്പണിങ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് പ്രൈസസോ എത്ര പേജുണ്ട് അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പം ഇതാണ് നമ്മൾ ക്യാമലിൻ്റെ ബുക്ക്. എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ പേജ് ഇത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട്, എന്താ പോലെ ഭയങ്കര ഇഷ്ടപ്പെട്ട്. നമ്മളെ നെക്സ്റ്റ് ബുക്ക്. അപ്പം ഇതിന് 164 പേജസാണ് ഒരെണ്ണത്തിലുള്ളത്. ഒരെണ്ണത്തിന് 55 റുപ്പീസ് വേണം. അപ്പം ഇങ്ങനെ ഒരു 6 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് മാത്സ് നോട്ട്ബുക്സ് ആണ്. അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് സിംഗിൾ ലൈൻ പൊട്ടിക്കാം. തെറ്റൊന്നുമില്ല. എന്തായാലും ഇതൊന്നും ഞാൻ പൊട്ടിക്കാതെ വെച്ചേക്കായിരുന്നു. അതിലുള്ള പോലെ തന്നെ നമുക്ക് ഒരു പേപ്പർ ഉണ്ട്. ഒരു ബുക്കിനാകുമ്പോൾ 55 തന്നെ, സെയിം തന്നെയാണ്. 6 ബുക്ക് ആകുമ്പോഴത്തേക്കും 330 ആണ് ആവുന്നത്. ഇതിലും സെയിം, എല്ലാത്തിനും ഒരേ പേജസ് തന്നെയാണ് വരുന്നത്. ഓരോരുത്തർ ഇത് 2 എണ്ണം ഒരേപോലെ വരുന്നത്. പിന്നെ ഇത് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇതിൻ്റെ വരുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മളെ സിംഗിൾ ലൈൻ ബുക്സ്. ഞാൻ വലുത് നോക്കിയാണ് എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ചെറുത് വാങ്ങിച്ച് പിന്നെ എപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ 8th-ലാണ്, അതുകൊണ്ട് ഒരുപാട് എഴുതേണ്ടിയൊക്കെ ആവശ്യം വരും. അപ്പോൾ ഇങ്ങനെ ഒരു 6 സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ 2 എണ്ണം. അപ്പം 12 എണ്ണം ഉണ്ട്. പക്ഷേ എനിക്ക് 11 ബുക്സാണ് വേണ്ട. ഒരു ബുക്ക് എക്സ്ട്രാ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ എടുക്കാം. പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമ്മളെ നെയിം സ്ലിപ്പ് ഫ്രണ്ട്സ്. നെയിം സ്ലിപ്പ് ഇല്ലാതെ ഇല്ലല്ലോ. അപ്പം ഇതിൽ എഴുതാനുള്ള മാർക്കർ എൻ്റെ വീട്ടിലുണ്ട്, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. അപ്പം ഇതെന്ന് പറയുമ്പോൾ ഞാൻ 3 സെറ്റാണ് വാങ്ങിച്ചത്. ഇത് എനിക്ക് ഈ ഒരു ക്യാരക്ടറും കാർട്ടൂണും ഒന്നും ഇല്ലാത്ത വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇല്ലെങ്കിൽ വേറെ ഷോപ്പിൽ പോയി ഞാൻ വാങ്ങുമെന്ന് പറഞ്ഞാണ് ഇരുന്നത്. അപ്പോൾ അവിടെ ഞാൻ ചെന്നപ്പോൾ തന്നെ അതുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ 3 എണ്ണം എടുത്തു. ഇത് ആവശ്യം വരത്തുള്ളൂ. നോട്ട്സിനും ടെക്സ്റ്റിനും അത്രയും മതിയോ. അപ്പോൾ അത് തന്നെ. പിന്നെ നമുക്ക് എനിക്ക് വൈറ്റ് ബോർഡിൻ്റെ മാർക്കർ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കിവിടെ വൈറ്റ് ബോർഡിൽ എനിക്ക് എഴുതി പഠിക്കാനാണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ ഞാൻ വൈറ്റ് ബോർഡിലൊക്കെയാണ് കൂടുതലും എഴുതി പഠിക്കാറുള്ളത്. ഇത് ഫാബർ-കാസ്റ്റലിൻ്റെ ആണ്. ഇത് ഒരുപാടുണ്ട്, ഇത്രയുണ്ട്. എത്രയും വല്ലാണ്. ബ്ലാക്ക് ആണ് വരുന്നത്. 2.33 ലിറ്ററാണ് ഇത് വരുന്നത്. വൈറ്റ് ബോർഡ് മാർക്കറിങ് ഞാൻ ബ്ലാക്ക് നോക്കി വാങ്ങിച്ചു. എനിക്ക് ബ്ലാക്കാണ് ബ്ലൂവിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം. പക്ഷേ നോട്ട്ബുക്സിൽ എഴുതാൻ ഞാൻ കൂടുതലും ബ്ലൂ ആണ് എടുക്കുന്നത്. അപ്പം അങ്ങനെ വരണം. ഇതിന് വരുമ്പോൾ 35 റുപ്പീസാണുള്ളത്. പിന്നെ നമ്മൾ പെൻസിൽ ഞാൻ വലുതായിട്ടൊന്നും വാങ്ങിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം ഇത് വരുമ്പോൾ ഞാൻ ക്യാമലിൻ്റെ പെൻസിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിന് വരുമ്പോൾ എൻ്റെ പൈസ ഇതിൽ 10 എണ്ണം ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ പെൻസിലും
പെൻസില്, പിന്നെ എറേസറും ഷാർപ്നറും വരുന്നുണ്ട്. ഇതിന് 70 റുപ്പീസാണ് വരുന്നത്. അപ്പം ഞാൻ പിന്നെ ഇറേസറും ഷാർപ്നറും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ അല്ല, ഇവിടെയാണ്. ഒരു കട്ടറുണ്ട്, ഒരു നീല കളർ കട്ടർ, ബ്ലൂ കട്ടർ, ഇങ്ങനെ ഒരു കട്ടർ വരുന്നുണ്ട്. പിന്നെ ഒരു ഇറേസറും ഉണ്ട്, ക്യാമലിൻ്റെ തന്നെയാണ്. ക്യാമലിൻ്റെ ഇറേസർ ഡസ്റ്റ് ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇറേസറും കൂടെ. അപ്പം ഇങ്ങനത്തെ പെൻസിൽ, ഇത് സൂപ്പർ ഡാർക്കാണ്. ഇത് ഭയങ്കര ഡാർക്ക് പെൻസിലാണ്. എനിക്ക് ഡാർക്ക് പെൻസിലാണ് ലൈറ്റിനെക്കാട്ടും കൂടുതലും ഇഷ്ടം. അപ്പം ഇത് തന്നെ ഞാൻ ഇതിൻ്റെ ഒരു 5 സെറ്റുള്ളത് ഉണ്ട് ചെറുത്. അപ്പം അത് എന്ന് വെച്ചാൽ 5 എണ്ണമല്ലേ ഉള്ളൂ. അപ്പം മാക്സിന് ഒരുപാട് ആവശ്യം വരുമെന്ന് എഴുതിയിട്ട് ഒരു സെറ്റും കൂടെ വാങ്ങിച്ചു. അപ്പം ഇത് പറഞ്ഞ വാങ്ങിച്ചതിൻ്റെ അടുത്ത് 10 ഉണ്ട്. അപ്പം നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് പെൻസിലോട്ട് കിടക്കാം. അപ്പം പെൻസിലല്ല, പെന്നാണ്. അപ്പം ഞാൻ 3 പെന്നാണ് ഇപ്പോൾ വാങ്ങിച്ചത്. ഇത് ഫുള്ള് ഈ 3 പെന്ന് റോർട്ടോ തന്നെയാണ്. ബിക്കോസ് ഞാനൊരു റോർട്ടോ ഫാനാണ് ഫ്രണ്ട്സ്. എൻ്റെ പോലെ നിങ്ങൾ റോർട്ടോ ഫാൻസ് ആണെന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം ആദ്യത്തെ പെൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരുപാട് കളർ ഉണ്ടായിരുന്നു അവിടെ. എന്ന് പറയുമ്പം ലൈറ്റ്, ഇതെല്ലാം ലൈറ്റിൻ്റെ ആണ്. ഇത് ഒരു പർപ്പിൾ ഷെയ്ഡായിട്ട് വരും, ലാവൻഡർ ആയിട്ടൊക്കെ വരും. പിന്നെ ഇതിൻ്റെ പോലെ ബ്ലൂ, ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ, അങ്ങനെയെല്ലാം ലൈറ്റ് ആയിട്ടുള്ളായിരുന്നു. എനിക്ക് പർപ്പിൾ എടുക്കണമെന്ന് തോന്നി എടുത്തു. ഇത് വരുമ്പോഴത്തേക്ക് റോർട്ടോ ലൈനാക്സ് ജെൽപ്പനാണ്. എനിക്ക് ജെൽപ്പനാണ് കൂടുതലും ഇഷ്ടം. കാണിച്ചു എൻ്റെ അടുത്ത് ഇപ്പോൾ പേപ്പർ ഇതുണ്ട്. അതിൻ്റെ പേപ്പർ എടുക്കാം. ഇതാണ് എൻ്റെ ജെല്ല് വരുന്നത്. എനിക്ക് ജെൽ പെൻസിൽ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. ഞാൻ 2 ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ അടുത്തെന്ന് വെച്ചാൽ ഇതിന് ഈ 3 പേനയ്ക്കും 10 റുപ്പീസാണ്. അപ്പോൾ ഇത് വരുമ്പോൾ റോർട്ടോ ജാസിയാണ്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ നിന്നാണ് ഞാൻ ഇത് പഠിച്ചത്. ഈ പേന റോർട്ടോ ഉപയോഗിക്കാൻ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ നിന്നാണ് പഠിച്ചത്. അപ്പം ഇത് 0.7 ആണ്. റോർട്ടോ ജാസിന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഇവിടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് എൻ്റെ ബാഗ് കാണാം. അപ്പോൾ ഞാൻ ബാഗ് വാങ്ങുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ജസ്റ്റ് പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ നമ്മൾ വാങ്ങിച്ചു അവിടെ ചെന്നപ്പോൾ. അതാണ്. അപ്പം ഈ ബാഗാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം ഈ ബാഗിന് 1000 റുപ്പീസാണ്. അപ്പോൾ അവരിൻ്റെ ഓഫറൊക്കെ വെച്ചിട്ടാണ് തന്നെ. പക്ഷേ എനിക്ക് മറന്നുപോയി. കുറേ നാളെ വാങ്ങിച്ചിട്ട്, കുറേ നാൾ സ്കൂൾ തുറക്കുന്നത് നമുക്ക് എന്ന് വെച്ചാൽ ഒരു May 20 ഒക്കെ ആയപ്പോഴത്തേക്കായിരിക്കും വാങ്ങിച്ചത്. May 20 അല്ല, അതിനെക്കാട്ടും മുമ്പെയാണ് ഞാൻ വാങ്ങിച്ചത് ഈ ബാഗ്. കുറേ നാളെ വാങ്ങിച്ച് വെച്ചേക്കും. അപ്പം ഇതാണ് എൻ്റെ ബാഗ്. ഗ്രേ കളറൊക്കെ, ഗ്രേയും ബ്ലാക്കും ഒക്കെ കൂടിയിട്ടൊരു കളറാണ്. അപ്പം റീജൻസിയുടെ ബാഗാണിത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ കമ്പനിയുടെ ബാഗൊക്കെ യൂസ് ചെയ്യുന്നത്. സ്കൈ ബാഗ്, അങ്ങനെ കുറേ ബാഗ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ കമ്പനി ഫസ്റ്റ് ടൈമാണ്. എനിക്ക് നല്ല ക്വാളിറ്റി ഒക്കെ തോന്നുന്നുണ്ട്. ഞാൻ കൂടുതലും ബാഗിൽ നോക്കിയിരുന്നത് എല്ലാവരും പോലെ ഞാൻ തോന്നുന്നു. എല്ലാവരും എന്നെ പോലെ തന്നെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ 4 അറയുള്ള ഒരു ബാഗാണ് ഞാൻ ഒരുപാട് നോക്കിക്കൊണ്ട് നടന്നത്. അങ്ങനെ എനിക്ക് കുറേ നേരം നിന്നിട്ടാണ് ഒരു ബാഗ് എടുത്തത്. അപ്പം ഇവിടെ ഫ്രണ്ടിലായിട്ടൊരു സിബ് വരുന്നുണ്ട്. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഇത്രയും മാത്രമേ വരുള്ളൂ. നമുക്ക് ജസ്റ്റ് ID കാർഡും വാച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് വയ്ക്കാം. അപ്പം അത് പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും ഇതൊരു പ്രത്യേക റോ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ പ്രത്യേക ഒരു അറയുണ്ട് ഇതിന് മാത്രം. ഇത് വരുമ്പോഴത്തേക്കും ഈ 2 റോയിൽ ഇവിടുത്തെ റോ ആണ് 3ാമത്തേത് ഇവിടെ നിന്ന് വരുമ്പോൾ. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ കണ്ട ഒരു സിബ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ഇടാം, അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ സിബ് കിടക്കുമായിരുന്നു. അപ്പം ഇവിടെ ഒരു സിബ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാം. അപ്പം അങ്ങനെ ഇവിടെ മാത്രമാണ് സിബ് മാത്രം വരുന്നതാണ്. അകത്ത് മാത്രമാണ് ഈ ഒരു റോയിലാണ് അകത്തെ സിബ് മാത്രം വരുന്നത്. പിന്നെ ഇവിടെ ഞാൻ ലഞ്ച് വെക്കാനുണ്ടെങ്കിൽ എനിക്ക് പ്രാവശ്യം കിറ്റ് കൊണ്ടുപോലെ ഉണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആണ്, നല്ല സ്പേഷ്യസ് ഉള്ള ഒരു ബാഗാണ്. അവർക്കും ഇതേപോലെ തന്നെ ഗ്രേ പോലത്തെ ഒരു കളറാണ്. പിന്നെ നമുക്ക് ഇവിടെ പിടിക്കാനുള്ള സംഭവമുണ്ട്. പിന്നെ ഇവിടെ ബാക്കിലായിട്ട് ഈ സംഭവം ഉണ്ട്. അപ്പം അതെല്ലാം ബാഗ്സിലും ഉള്ള പോലെ തന്നെ. പിന്നെ നമ്മൾ ലാസ്റ്റ് വലിയ ഇവിടെ ഞാൻ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ചിലപ്പോൾ നോട്ട് ബുക്സ് കിട്ടി. പക്ഷേ ഇവിടെ ഭയങ്കര വലിയ റോ ആണ്. എനിക്ക് ഇത്രയും വലിയ റോ വേണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു കുറച്ചും പോലെ ഒരു പാർട്ടീഷൻ പോലെ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ വെക്കാം, ഇവിടെ വെക്കാൻ ആർക്കും വെക്കാം. അപ്പോൾ ഇത്രയും ഉള്ളൂ. അപ്പോൾ ഈ 4 റോ മാത്രമാണ് ഉള്ളത്. പിന്നെ വേറെ ഒരു റോയും കൂടി ഉണ്ട് ഫ്രണ്ട്സ്. നമുക്ക് പുറകിലായിട്ട് ഒരു റോ ഉണ്ട്. പിന്നെ പുറകിലായിട്ട് ഈ 2 ബുഷ് പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട്. പിന്നെ അവർ പറഞ്ഞൊരു സ്ക്രാച്ചൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഉള്ളത്. അപ്പം ഇവിടെ വരുന്നൊരു റോ എന്ന് വെച്ചാൽ നമ്മളെ ബാഗിനുള്ള റെയിൻ കവർ ഫ്രണ്ട്സ്. അപ്പോൾ അതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ആരും കാണില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇത് വരുമ്പോൾ നമുക്ക് ഇതിങ്ങനെ തുറക്കാം. ചെറിയൊരു സിബാണ് ഫ്രണ്ട്സ്, ചെറിയൊരു സിബുണ്ട്. അത് തുറക്കുമ്പോഴത്തേക്ക് ബാഗിനുള്ള റെയിൻ കവർ. ഇത് നമുക്ക് റീജൻസിയിൽ പറഞ്ഞ് എഴുതിയിട്ടൊന്നുമില്ല. പക്ഷേ ചില ബാഗിൻ്റെ ഒക്കെ റെയിൻ കവറിൽ ഇവിടെ അതിൻ്റെ കമ്പനിയുടെ പേരൊക്കെ എഴുതിയിരിക്കും. പക്ഷേ ഇതിനകത്തൊന്നും ഇല്ല. ഇതിൻ്റെ അകം വരുമ്പോൾ ഇങ്ങനെ സിൽവർ കോട്ടിങ് പോലത്തെ ഒരു സംഭവമാണ്. അതേപോലെ കളറൊക്കെ ഉണ്ട്. അപ്പം പിന്നെ ഇതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഉള്ള ബാഗൊക്കെ വാങ്ങുന്നത്. ഇങ്ങനെ ഉള്ള ബാഗ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ കൊള്ളാം വാങ്ങിച്ചു. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു സാധനം കൂടെ വരുന്നുണ്ട്. ഇതും കൂടെ പിന്നെ ഈ സാധനം നമുക്ക് ഇങ്ങനെയുള്ളതാണ്. അപ്പോൾ നമുക്കിത് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ സാധനം ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ കയറ്റണം, അകത്തോട്ട് വയ്ക്കണം. കയറ്റിയിട്ട് ഇതിങ്ങനെ ഇവിടെ വെച്ചിട്ട് നമുക്കിങ്ങനെ ചെയ്യാം. അതിലൊട്ടുന്ന സംഭവമുണ്ട്. എന്നിട്ട് നമുക്കിങ്ങനെ എടുക്കാം. ഇപ്പം മഴ സീസണാണ്, പക്ഷേ കുറച്ചൊക്കെ കഴിയുമ്പോൾ മഴയൊക്കെ മാത്രം അപ്പം സംഭവം ഇത് നമുക്കിങ്ങനെ ബാഗിലേക്ക് കൊടുക്കാൻ നമുക്ക് കൊണ്ടുപോകാം. അതാണ്. അതേപോലെ തന്നെ ഈസിയാണ്. പക്ഷേ ഇത് വിട്ടുപോയ ഈ സംഭവം പിന്നെ
പാടാണ്. നമുക്ക് നമ്മൾ നല്ല സൂക്ഷിച്ച് കെയർ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് പൊട്ടയില്ല. അപ്പോൾ എന്നിട്ട് നമുക്കിത് ഇതേപോലെ മടക്കി ഇതിനകത്ത് തന്നെ വയ്ക്കാം. പിന്നെ ഇത് നമുക്കിത് അടയ്ക്കാം. ഇവിടെ സിബുള്ളതായിട്ട് കാണില്ല, ബിക്കോസ് ഈ ഒരു ഇത് വരുന്നുണ്ട്. അപ്പം പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ ഈ ബാഗ് നമ്മൾ ബാഗ് തൂക്കുന്ന ഈ സാധനം വരുമ്പോൾ ഇത് കേർവ്ഡ് ആയിട്ടാണുള്ളത്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് 2 കുഷൻ പോലത്തെ കുഷൻ നല്ല സോഫ്റ്റ് ആണ് ഇവിടെ ആ ഒരു സംഭവമാണ്. അപ്പം അത് 2 സൈഡിലുണ്ട്. ഏത് മാക്സിമത്തിലല്ലേ, എന്നാലും എനിക്ക് ഇങ്ങനെ ഒരുപാട് മുകളിലോട്ട് കയറി കിടക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കുറച്ച് ലൂസാക്കി, ഇത്രയും ലൂസാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ബാഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പം ഇത്രയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രം മതി, ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു പുതിയ വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴത്തേക്കും ബൈ.